പ്രാഥമിക മതപഠന മേഖലയിലെ ജനകീയ അവബോധമായി സമുദായം എക്കാലത്തും അനുഭവിച്ചു വരുന്നതാണ് മദ്രസ പഠനമെന്നും സമുദായത്തിന്റെ ഉദാര മനോഭാവവും സാമ്പത്തിക ശേഷിയും ജനകീയമായി സമാഹരിച്ച കാലികവും വ്യവസ്ഥാപിതവുമായ രീതികളിലൂടെ മതപഠന മേഖലയെ കാര്യക്ഷമമാക്കാൻ സാധിച്ചുവെന്നും വാഴക്കോട് മഹല്ല് ഖത്തീബ് ഹംസ ഭാഗവി പറഞ്ഞു. പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച പരിശീലനം നൽകുന്നതിന് വേണ്ടി മുള്ളൂർക്കര റേഞ്ചിലെ മുഴുവൻ അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച പാഠപുസ്തക ശില്പശാലയും തൊഴിയൂർ ഉസ്താദ് ആൻഡ് PT ഉസ്താദ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുള്ളൂർക്കര റേഞ്ചിലെ വാഴക്കോട് നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന ശില്പശാലയിൽ റേഞ്ച് പ്രസിഡന്റ് അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷ് അബ്ദുൽ സലീം അൻവരി, ജമുയത്തുൽ മുഅല്ലിമീൻ മുദരിബ് ഷിഹാബുദ്ദീൻ കമാലി അൻവരി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വാഴക്കോട് നുസ്രത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം K. മുഹമ്മദ് റഷീദ് സഖാഫി, പ്രസിഡന്റ് PV അബ്ദുൽ സലാം ഹാജി, ജനറൽ സെക്രട്ടറി VS അബ്ദുൽ ജലീൽ, ട്രഷറർ VP അബ്ദുൽ ജലീൽ, വൈസ് പ്രസിഡന്റ് KM യൂസഫ്, കമ്മിറ്റി അംഗങ്ങളായ PS സുലൈമാൻ, VS ഹസൈനാർ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് ജനറൽ സെക്രട്ടറി ഹാജി KM ഉമർ മാസ്റ്റർ അൽ ഹാക്കിമി, SMF റേഞ്ച് ജനറൽ സെക്രട്ടറി PK മൂസ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു പുരുഷായുസ് മുഴുവൻ പ്രവർത്തിച്ച ജില്ലയിൽ സമസ്തയെ വളർത്തി വലുതാക്കിയ മുൻഗാമികളായ തൊഴിയൂർ ഉസ്താദിനെയും PT ഉസ്താദിനെയും അനുസ്മരിക്കുകയും കുടുംബസമേതം ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന വാഴക്കോട് മഹല്ല് പ്രസിഡന്റ് PV അബ്ദുൽ സലാം ഹാജിക്ക് യാത്രയയപ്പ് നൽകുകയും ചെയ്തു. ജമുഅത്തുൽ മുഅല്ലിമീൻ റേഞ്ച് ജോയിന്റ് സെക്രട്ടറി K. ഹംസക്കുട്ടി മൗലവി, ജനറൽ സെക്രട്ടറി BAM അജ്മൽ ഭാഗവി തുടങ്ങിയവരും പ്രസംഗിച്ചു.